ഒരു ദിവസത്തിൽ 5 തവണ ഒരു വ്യക്തിയുടെ അടുക്കൽ വരുന്നുണ്ട്. ഇന്നത്തെ ലിസ്റ്റിൽ ഈ വ്യക്തി ഉണ്ടോ എന്ന് പരിശോധന നടത്താനാണ് വരുന്നത്. ആ സമയം ഏതാണ് എന്ന് ജഅഫർ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏതാണ് ആ സമയം? 5 വക്ത് നിസ്കാരത്തിന്റെ സമയത്തും അസ്റായീൽ അലൈഹിസ്സലാം എന്റെയും നിങ്ങളുടെയും അടുക്കൽ വന്നു പോകുന്നുണ്ട്. ഇന്നത്തെ ലിസ്റ്റിൽ ഇദ്ദേഹം ഉണ്ടോ? ഞാനത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഏത് വ്യക്തിയുടെ അടുക്കലും 5 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. ആ അസ്റായീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രഗൽഭനാണല്ലോ. വലിയ ഇരുമ്പിന്റെ വസ്തുക്കൾ സ്വന്തം കൈകൊണ്ട് വളക്കാൻ മാത്രം വലിയ കഴിവും ശക്തിയും നൽകിയ മഹാനാണല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിനെ പഠിപ്പിച്ചതിൽ വലിയ പങ്ക് ദാവൂദ് നബി അലൈഹിസ്സലാമിനുണ്ട്. ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരിക്കൽ അസ്റായീൽ അലൈഹിസ്സലാം വന്നു. അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ചോദിച്ചു, എന്തിനാ വന്നത്? റൂഹ് പിടിക്കാൻ വന്നതാണ്. എന്താ, ഇതൊന്നൊരു മുന്നറിയിപ്പില്ലാതെയാണോ വരുന്നത്? അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പറ്റി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഉമർ തങ്ങൾ എല്ലാ നിലക്കും നല്ല ധൈര്യമുള്ള ആളാണ്. ആ ഉമർ തങ്ങളെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വന്ന മുൻകർ നക്കീർ അലൈഹിസ്സലാം മൻ റബ്ബുക എന്ന് ചോദിച്ചപ്പോൾ ഉമർ തങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചതാണ്, നിങ്ങളെ രക്ഷിതാവ് ആരാണ്? അപ്പൊ മറ്റേ മുൻകർ നക്കീറിൽപ്പെട്ട നക്കീർ അലൈഹിസ്സലാം മുൻകറിനോട് പറഞ്ഞു, ചോദിക്കുന്നത് ആരോടാണ്? ഉമർ തങ്ങളോടാണ്. അതുകൊണ്ട് നമുക്ക് ചോദ്യം നിർത്താം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും വലിയ പവറുള്ള മഹാനാണ്. ഈ ദാവൂദ് നബി ഇസ്ലാമിനെ റൂഹ് പിടിക്കാൻ വന്നപ്പോ ദാവൂദ് നബി ഇസ്ലാം ചോദിച്ചു, പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ഇല്ലേ? എന്നോട് വന്ന് റൂഹിനെ പിടിച്ചു പോകല. ചോദിച്ചു, ഐന ജാറുക്കും, നിങ്ങളെ അയൽവാസി എവിടെ? നിങ്ങളെ കൂടെ ജീവിച്ച നിങ്ങളെ അതേ പ്രായത്തിലുള്ള നിങ്ങളെ അയൽവാസി ഉണ്ടല്ലോ, അദ്ദേഹം എവിടെ? അദ്ദേഹം മരണപ്പെട്ടു. ആ മരണം നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ദാവൂദ് നബിയേ. അങ്ങനെ പല മുന്നറിയിപ്പുകളും നമ്മൾ വഹിക്കാനായിട്ടുണ്ട്. മരണത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്ന പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. നമുക്ക് ഇടക്കിടക്ക് വരുന്ന പനി മരണത്തിനുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ തലയിലെയും താടിയിലെയും മുടികൾ നരക്കുന്നത് മരണത്തിന്റെ മുന്നറിയിപ്പാണ്. ശരീരത്തിന്റെ കെണുപ്പുകൾക്ക് ക്ഷീണം വരുന്നത് കണ്ടിട്ടില്ലേ? എല്ലുകൾ ദ്രവിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? മനുഷ്യന്റെ ശരീരം നശിക്കാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പില്ലാതെ ആരുടെയും റൂഹിനെ പിടിക്കുന്നില്ല. അപ്പൊ മുന്നറിയിപ്പുകൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത രീതികളിലാണ് നൽകുന്നത് എന്ന് മാത്രം. ആ മുന്നറിയിപ്പ് നമുക്ക് വരുമ്പോൾ കൂടുതലായി മരണത്തിനെ കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് 40 വയസ്സ് കഴിഞ്ഞ ആൾ എപ്പോഴും മരണത്തിനെ കാത്തിരിക്കണം. ആ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, കിടക്കുന്ന തലയണന്റെ താഴെ ആ വ്യക്തിക്ക് ആവശ്യമായ വസിയ്യത്തുകൾ എഴുതി വെക്കുക എന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കണം, എന്റെ ജനാസ ആര് നിസ്കരിക്കണം, എന്റെ സമ്പത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വസിയ്യത്തുകൾ എഴുതി വെക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിനെ കുറിച്ച് ധാരാളം ചിന്തിക്കുക എന്നത് ഒരു മുത്തഖിയായ മനുഷ്യന്റെ അടയാളമാണ്. ഓരോ മയ്യത്തിന്റെ കൂടെ നമ്മൾ പോകുമ്പോ, ഓരോ മയ്യത്ത് കട്ടിലും ചുമലിലേറ്റി കൊണ്ടുപോകുമ്പോ ചിന്തിക്കണേ മുമ്പിനെ, ഇതുപോലെ എന്നെയും ഒരു ദിവസം കൊണ്ടുപോകാനുണ്ടല്ലോ. ഒന്നും മിണ്ടാൻ കഴിയാതെ, ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ഈ ഒരു യാത്ര എനിക്കുമുണ്ടല്ലോ. മറ്റുള്ള ജനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ടല്ലോ. ആ രൂപത്തിൽ ചിന്തിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ആ ജനാസ വെച്ചുകൊണ്ട് അതാ പള്ളിയിലുള്ള മഹല്ലിലുള്ള മുഴുവൻ ആളുകളും സഫായി നിന്നുകൊണ്ട് ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, സാമ്പത്തികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിക്കണം, ഇതേപോലത്തെ ഒരവസ്ഥ എനിക്ക് വരാനുണ്ടല്ലോ.
ആ സമയത്ത് എന്റെ ഹക്കടപാടുകൾ തീർക്കേണ്ടതുണ്ടല്ലോ. എന്റെ ഹക്കടപാടുകൾ എന്റെ മക്കൾ ഏറ്റെടുത്തുകൊണ്ട് പ്രയാസപ്പെടേണ്ട അവസ്ഥ വരാൻ പാടില്ലല്ലോ. അല്ലാഹ് ഞങ്ങളെ ഹക്കടപാടുകളൊക്കെ നീ തീർത്തു തരണേ റഹ്മാനേ. ഹക്കടപാടില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ.